ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പ്രോസസ്സിന്റെ ബേസിക് കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രത്തിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോസസ്സിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഒരു പ്രോസസ്സ്? എ പ്രോഗ്രാം അണ്ടർ എക്സിക്യൂഷൻ. അതാണ് ബേസിക്കലി പ്രോസസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒരു എക്സിക്യൂട്ടഡ് പ്രോഗ്രാം എന്ന് നമുക്ക് പ്രോസസ്സിനെ പറയാം. പ്രോഗ്രാമിന്റെ ഒരു ഇൻസ്റ്റൻസ് മാത്രമാണ് പ്രോസസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് എല്ലായ്പ്പോഴും പ്രൈമറി മെമ്മറിയിലായിരിക്കും റിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക, അതായത് മെയിൻ മെമ്മറിയിലായിരിക്കും റിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. പ്രോഗ്രാംസും പ്രോസസ്സും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു പാസീവ് എൻറ്റിറ്റി ആണ്, പ്രോസസ്സ് ആക്റ്റീവ് എൻറ്റിറ്റി ആണ്. പ്രോഗ്രാമിന്റെ ഒരു ഇൻസ്റ്റൻസ് മാത്രമാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോഗ്രാം നമുക്കറിയാം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. പ്രോഗ്രാം അണ്ടർ എക്സിക്യൂഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടഡ് പ്രോഗ്രാം, അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ പ്രോഗ്രാം എല്ലായ്പ്പോഴും സെക്കൻഡറി മെമ്മറിയിലായിരിക്കും റിസൈഡ് ചെയ്യുന്നത്, അതായത് ഡിസ്കിനകത്തായിരിക്കും റിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മെയിൻ മെമ്മറി, പ്രൈമറി മെമ്മറിക്കകത്തായിരിക്കും റിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത്രയാണ് രണ്ട് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ. ഒരു പ്രോഗ്രാമറുടെ പേഴ്സ്പെക്റ്റീവില് പ്രോസസ്സിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. ഒരു ഡേറ്റ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അതിനൊരു ഡെഫിനിഷൻ കാണും, അതുപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ കാണും, പിന്നെ ഓപ്പറേഷൻസ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യാനാവുക, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ്, പ്രോപ്പർട്ടീസ് കാണും കുറച്ച്. ഡെഫിനിഷനിൽ പറയുന്നത് ഇതാണ്, നമ്മൾ ഓൾറെഡി കണ്ടു. എ പ്രോഗ്രാം അണ്ടർ എക്സിക്യൂഷൻ, അതാണ് പ്രോസസ്സിന്റെ ഡെഫിനിഷൻ ആസ് പെർ എ പ്രോഗ്രാമേഴ്സ് പെർസ്പെക്റ്റീവ്. അതിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് മെയിൻ മെമ്മറിയിലാണ് റിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ്. ആ ഡേറ്റ സ്ട്രക്ചറിന്റെ പേരാണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്, PCB. നമ്മുടെ മെയിൻ മെമ്മറിക്കകത്താണ് പ്രോസസ്സ് റിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. മെയിൻ മെമ്മറിക്കകത്ത് ഒരു കേർണൽ ഏരിയയും യൂസർ ഏരിയയും കാണും. യൂസർ ഏരിയാസിലായിരിക്കും പ്രോസസ്സുകൾ കിടക്കുന്നുണ്ടായിരിക്കുക. കേർണൽ ഏരിയക്കകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ട് ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ റെപ്രസെന്റേഷൻ, ഇപ്പൊ പറഞ്ഞ റെപ്രസെന്റേഷൻ വിച്ച് ഇസ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്, അതും കേർണൽ ഏരിയക്കകത്തായിരിക്കും റിസൈഡ് ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡ്യുവൽ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് നടക്കുക. ഒന്നാമത്തേത് എന്ന് പറയുന്നത് യൂസർ മോഡ്. യൂസർ മോഡിനെ വേണമെങ്കിലും നോൺ പ്രിവിലേജ്ഡ് മോഡ് എന്നും വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഈ നോൺ പ്രിവിലേജ്ഡ് മോഡ് അല്ലെങ്കിൽ യൂസർ മോഡിനകത്ത് പ്രീഎംപ്ഷൻ എല്ലായ്പ്പോഴും പോസിബിൾ ആണ്. യൂസർ പ്രോഗ്രാംസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു മോഡിലാണ്. ഇനി സെക്കൻഡ് വൺ എന്തായിരിക്കും? ഓഫ് കോഴ്സ് കേർണൽ മോഡ് ആയിരിക്കും, അല്ലെ? കേർണൽ മോഡിനെ നമുക്ക് സൂപ്പർവൈസറി, സിസ്റ്റം അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് മോഡ് അങ്ങനെയെല്ലാം വിളിക്കാം. അതിനകത്ത് നോ പ്രീഎംഷൻ പോസിബിളേ അല്ല. അതുപോലെ തന്നെ അറ്റോമിക് എക്സിക്യൂഷൻ ആണ് നടക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു കേർണൽ മോഡ് അല്ലെങ്കിൽ ഈ പ്രിവിലേജ്ഡ് മോഡിനകത്തായിരിക്കും. ഇനി പ്രോസസ്സിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നടക്കുന്നു എന്നുള്ളതാണ് അടുത്തത്. ഓപ്പറേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ആയിട്ട് ആദ്യം തന്നെ ക്രിയേഷൻ ആയിരിക്കും, പ്രോസസ്സസിന്റെ ക്രിയേഷൻ ആയിരിക്കും നടക്കുന്നത്. ദെൻ ഷെഡ്യൂൾ ചെയ്യാം, അത് റൺ ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം, റെസ്യൂമേ ചെയ്യാം. സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വേണമെങ്കിൽ റെസ്യൂമേ ചെയ്യണമെങ്കിൽ റെസ്യൂമേ ചെയ്യാം, അങ്ങനെ. അതുപോലെ തന്നെ ടെർമിനേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള പല ഓപ്പറേഷൻസും പ്രോസസ്സസിൽ പോസിബിൾ ആണ്. നെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആട്രിബ്യൂട്ട്സ് മെയിൻ ആയിട്ട് വരുന്നത് പ്രോസസ് ID. പ്രോസസ്സിന് ഒരു പെർട്ടിക്കുലർ ID കാണും. അത് ഓരോ പ്രോസസ്സിനെയും യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ID യൂസ് ചെയ്യുന്നത്. പിന്നെ മെമ്മറി ലിമിറ്റ്സ്, അതായത് മെയിൻ മെമ്മറിക്കകത്ത് എവിടെ മുതൽ എവിടെ വരെയുള്ള ഏരിയ ആണ് ഈ പെർട്ടിക്കുലർ പ്രോസസ്സിന് ആക്സസ് ഉള്ളത്, ഫ്രം വെയർ ടു വെയർ ഇൻ മെമ്മറി, അതാണ് മെമ്മറി ലിമിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രോഗ്രാം കൗണ്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താണ് പ്രോഗ്രാം കൗണ്ടർ? ഇനി നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം. അതുപോലെ ചൈൽഡ് പ്രോസസ്സുകളിലേക്കുള്ള പോയിന്റേഴ്സ് കാണും, പാരന്റ് പ്രോസസ്സുകളിലേക്കുള്ള പോയിന്റേഴ്സ് കാണും. പിന്നെ പ്രോസസ്സിന്റെ സ്റ്റേറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, സ്റ്റേറ്റ് ഓഫ് പ്രോസസ് അല്ലെങ്കിൽ പ്രോസസ് സ്റ്റേറ്റ്. പിന്നെ ഫയൽസ് കറന്റ്ലി ഓപ്പൺ, രജിസ്റ്റേഴ്സ്, IO സ്റ്റേറ്റസ്,
യൂസർ ഐഡന്റിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഓരോ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സ് ഈ PCBക്ക് അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു പ്രോസസ്സ് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെ ട്രാൻസിഷൻസ് ആ പ്രോസസ്സിന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ട് പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രത്തിനകത്ത് വരുന്ന സ്റ്റേറ്റ്സ് ആണ് ന്യൂ, റെഡി, റണ്ണിങ്, കംപ്ലീഷൻ ഓർ ടെർമിനേഷൻ. ഈ 4 സ്റ്റേറ്റിൽ കൂടെ എന്തായാലും ഒരു പ്രോസസ്സ് കടന്നു പോകും. അതിനിടയ്ക്ക് വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് വെയിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ വെയിറ്റിങ്ങിനകത്ത് തന്നെ നമുക്ക് അഗെയിൻ വേറെ കുറച്ച് സ്റ്റേറ്റ് ട്രാൻസിഷൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വെയിറ്റ് ഓഫ് ബ്ലോക്ക് സ്റ്റേറ്റിലായിരിക്കാം, സസ്പെൻഡ് വെയിറ്റ് സ്റ്റേറ്റിലായിരിക്കാം, അല്ലെങ്കിൽ സസ്പെൻഡ് റെഡി സ്റ്റേറ്റിലായിരിക്കാം. ഒരു പ്രോസസ്സ് പുതുതായി ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തു, പക്ഷെ മെയിൻ മെമ്മറിയിലേക്ക് പോയിട്ടില്ല, ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ മെമ്മറിക്കകത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് റെഡി സ്റ്റേറ്റിലാണ് എന്ന് പറയാം. റെഡി സ്റ്റേറ്റിൽ ഇരിക്കുന്ന പ്രോസസ്സുകളെ മാത്രമേ പ്രോസസ്സറിന് അല്ലെങ്കിൽ CPU-ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ CPU എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സുകൾ റണ്ണിങ് സ്റ്റേറ്റിലാണ് എന്ന് നമുക്ക് പറയാം. റണ്ണിങ്ങിനിടയ്ക്ക് ഇൻ കേസ് ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സ് വരികയോ അല്ലെങ്കിൽ ടൈം ക്വാണ്ടം കഴിയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് തിരികെ റെഡി സ്റ്റേറ്റിലോട്ട് പോകും. അതാണ് ഈ ഒരു ആരോ കാണിച്ചിരിക്കുന്നത്. ഇൻ കേസ് റണ്ണിങ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ എന്താണ്, നേരെ ടെർമിനേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് പോവുക. സപ്പോസ് എന്തെങ്കിലും IO റിക്വസ്റ്റ് വരികയാണ്, നിങ്ങൾ IO ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ടാണ് പോവുക. വെയിറ്റിംഗിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ IO റിക്വസ്റ്റ് വരുന്ന സമയത്ത് നേരെ വെയിറ്റ് ഓർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്കാണ് ട്രാൻസിഷൻ സംഭവിക്കുന്നത്. അവിടെ വെച്ച് IO കംപ്ലീഷൻ നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നേരെ പ്രോസസ്സ് റെഡിയിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, റെഡി സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ പ്രോസസ്സ് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ സസ്പെൻഡ് വെയിറ്റ് എന്ന സ്റ്റേറ്റിലേക്ക് പോവുകയും സസ്പെൻഡ് വെയിറ്റിന് ശേഷം ഒരു റെസ്യൂമേ പോസിബിൾ ആണ്. ആ റെസ്യൂമേ പോസിബിൾ ആയാൽ അഗൈൻ വെയിറ്റ് ഓഫ് ബ്ലോക്ക് എന്നുള്ള സ്റ്റേറ്റിലേക്കാണ് പോവുക. സസ്പെൻഡഡ് വെയിറ്റിൽ നിന്ന് IO കംപ്ലീറ്റഡ് ആണ് പക്ഷേ സ്റ്റിൽ ഇൻ സസ്പെൻഡഡ് സ്റ്റേറ്റിലാണ് എന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ സസ്പെൻഡഡ് റെഡി എന്ന സ്റ്റേറ്റിലേക്കാണ് പോവുക. സസ്പെൻഡഡ് റെഡിയിൽ നിന്ന് റെസ്യൂം ചെയ്യുന്ന പ്രോസസ്സ് റെഡി സ്റ്റേറ്റിലോട്ടാണ് നേരെ മൂവ് ചെയ്യുന്നത്. ആ റെഡി സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പ്രോസസ്സിന്. അങ്ങനെയാണെങ്കിൽ സസ്പെൻഡ് റെഡി എന്ന സ്റ്റേറ്റിലോട്ട് തിരിച്ചു പോകും ആ പ്രോസസ്സ്. സോ ബേസിക്കലി ഇത്രയുമാണ് ട്രാൻസിഷൻസ് സംഭവിക്കുന്നത്. ഇവിടെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഓരോ സ്റ്റേറ്റിന്റെ സമയത്തും ഏത് മെമ്മറിയിലാണ് ഈ പ്രോസസ്സ് റിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. ലൈക്ക് ന്യൂ എന്ന സ്റ്റേറ്റിലായിരിക്കുമ്പോൾ നമുക്ക് പറയാം പ്രോസസ്സ് സെക്കൻഡറി മെമ്മറിയിലാണ്. അവിടെ നിന്ന് റെഡിയിലോട്ട് പോകുമ്പോൾ, അതായത് പ്രോസസ്സ് ക്രിയേറ്റഡ് ആയതിനു ശേഷം റെഡി സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ അത് റിസൈഡ് ചെയ്യുന്നത് മെയിൻ മെമ്മറിയിലായിരിക്കും. മെയിൻ മെമ്മറിയിൽ ഇരിക്കുന്ന പ്രോസസ്സുകളാണ് പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. സോ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ആ പ്രോസസ്സുകളെല്ലാം മെയിൻ മെമ്മറിക്ക് അകത്തായിരിക്കും. ദെൻ ഒരു IO റിക്വസ്റ്റ് വരികയാണെങ്കിൽ അത് വെയിറ്റ് ഓഫ് ബ്ലോക്ക് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം മെയിൻ മെമ്മറി തന്നെയാണ് അത് റിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇൻ കേസ് അത് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ സസ്പെൻഡ് വെയിറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ പ്രോസസ്സ് റിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. അതുവഴി നമുക്ക് മെയിൻ മെമ്മറിയുടെ യൂട്ടിലൈസേഷൻ കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് IO കംപ്ലീറ്റ് ചെയ്തു പക്ഷെ സ്റ്റിൽ ഇൻ സസ്പെൻഡ് സ്റ്റേറ്റിലാണെങ്കിൽ അപ്പോഴും അഗൈൻ അവിടെ നിന്ന് മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല, സെക്കൻഡറി മെമ്മറിയിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് ഓരോ സ്റ്റേറ്റിലും പ്രോസസ്സ് ഏത് മെമ്മറിയിലാണ് റിസൈഡ് ചെയ്തിരിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടത്. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ബേസിക് സ്റ്റേറ്റ്സ് ആണ് ഈ പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രത്തിനകത്ത് വരുന്നത്. ന്യൂ, റെഡി, റണ്ണിങ്, അതുപോലെ തന്നെ വെയിറ്റിംഗ്, ഫൈനലി ടെർമിനേഷൻ ഓർ കംപ്ലീഷൻ. ഒരു പ്രോസസ്സിന് കടന്നു പോകാനാവുന്ന മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ന്യൂ, റെഡി, റണ്ണ്, ടെർമിനേറ്റ്. ഇതാണ് മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഈ പ്രോസസ് ക്യാൻ ഗോ ത്രൂ. പിന്നെ മറ്റൊരു പോയിന്റ് ഇവിടെ ഈ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രത്തിനകത്ത് നോട്ട് ചെയ്യേണ്ടത്, റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൾട്ടി പ്രോഗ്രാമിങ്ങിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ട്രാൻസിഷനെ നമുക്ക് ഏത് ട്രാൻസിഷൻ, റൺ ടു റെഡി കേട്ടോ.
ഈ ട്രാൻസിഷനെ നമുക്ക് വേണമെങ്കിൽ പ്രിയംഷൻ എന്ന് പറയാം. പ്രിയംഷൻ എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ഓർ മൾട്ടി പ്രോഗ്രാമിംഗ് വിത്ത് പ്രിയംഷൻ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രത്തിൽ അടുത്തതായി നമ്മൾ പഠിക്കേണ്ടത് ഷെഡ്യൂളേഴ്സിനെ കുറിച്ചാണ്. പ്രോസസ് ഷെഡ്യൂളിംഗ് ഹാൻഡിൽ ചെയ്യുന്ന സ്പെഷ്യൽ സിസ്റ്റം സോഫ്റ്റ്വെയർസിനെയാണ് ഷെഡ്യൂളേഴ്സ് എന്ന് പറയുന്നത്. ഷെഡ്യൂളേഴ്സ് 3 തരത്തിലാണുള്ളത്: ലോങ് ടേം ഷെഡ്യൂളേഴ്സ്, ഷോർട്ട് ടേം ഷെഡ്യൂളേഴ്സ് ആൻഡ് മീഡിയം ടേം ഷെഡ്യൂളേഴ്സ്. ലോങ് ടേം ഷെഡ്യൂളേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പേര് പോലെ തന്നെ ലോങ് ടേം ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് ടേം ഷെഡ്യൂളേഴ്സ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് എത്ര പ്രോസസ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ലോങ് ടേം ഡിസിഷൻ ആണ്. വൺസ് വി ക്രിയേറ്റ് ഇറ്റ് വി ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. അതായത് ഇറ്റ് ഹാസ് ടു, ദ പ്രോസസ് ദാറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ഹാസ് ടു ഗോ ത്രൂ ഓൾ ദ റിക്വയർഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഷെഡ്യൂളേഴ്സ് ആണ്. ഈ ഷോർട്ട് ടേം ഷെഡ്യൂളേഴ്സ് എടുക്കുന്ന ഡിസിഷൻസ് ദാറ്റ് വോണ്ട് ലാസ്റ്റ് ഫോർ എവർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്പാച്ചർ. ഇത് ഷോർട്ട് ടേം ഷെഡ്യൂളേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മീഡിയം ടേം ഷെഡ്യൂളേഴ്സ്. മീഡിയം ടേം ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ലോങ് ടേം ഷെഡ്യൂളേഴ്സ് എന്ന് പറയുന്നത് എത്ര പ്രോസസ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്ന ഒരു ഡിസിഷൻ ലോങ് ടേം ഡിസിഷൻ ആണ്. ആ ഡിസിഷൻ എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ തന്നെ ഇമ്പാക്റ്റ് ചെയ്യും. ഇൻ കേസ് ഓഫ് ഷോർട്ട് ടേം ഷെഡ്യൂളേഴ്സ് ഏത് പ്രോസസ് ആണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന ഡിസിഷനാണ് അത് എടുക്കുന്നത്. അത് ഡിസൈഡ് ചെയ്തതിന് ശേഷം പിന്നെ ആ ഷോർട്ട് ടേം ഷെഡ്യൂളറിനെ നമ്മൾ ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്നല്ല വിളിക്കുക, ഡിസ്പാച്ചർ എന്നാണ് വിളിക്കുക. ഡിസ്പാച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ റെസ്പോൺസിബിൾ ഫോർ മൂവിങ് ദ പ്രോസസ്സസ് ഫ്രം റൺ ടു റെഡി ആൻഡ് റെഡി ടു റൺ സ്റ്റേറ്റ്സ്. ആ മൂവ് ചെയ്യുന്നത് ഡിസ്പാച്ചർ ആയിരിക്കും. ഷെഡ്യൂളിംഗ് മാത്രമാണ് ഈ ഷോർട്ട് ടേം ഷെഡ്യൂളർ ചെയ്യുന്നത്. വൺസ് ഇറ്റ് ഹാസ് ഡിസൈഡഡ് ദെൻ അതിന്റെ റോൾ എന്ന് പറയുന്നത് ഡിസ്പാച്ചർ ആയിട്ടാണ്. ഓക്കെ, അത് റൺ ടു റെഡി ആയിക്കോട്ടെ, റെഡി ടു റൺ ആയിക്കോട്ടെ. ദെൻ ഡിസ്പാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും അവസാനമുള്ളത് ഏതാണ്? മീഡിയം ടേം ഷെഡ്യൂളർ. നമ്മൾ പറഞ്ഞു മീഡിയം ടേം ഷെഡ്യൂളേഴ്സ് എടുക്കുന്ന ഡിസിഷൻസ്, മീഡിയം ടേം ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സസ്പെൻഡബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആണ് എടുക്കുക. അതുകൊണ്ട് തന്നെ മീഡിയം ടേം ഷെഡ്യൂളേഴ്സ് ചെയ്യുന്നത് സ്വാപ്പിംഗ് ആണ്. നമുക്ക് ഈ പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രത്തിനകത്ത് എവിടെയാണ് ഈ ഓരോ ഷെഡ്യൂളറും യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ന്യൂ ടു റെഡി സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷനിൽ നമ്മൾ ലോങ് ടേം ഷെഡ്യൂളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എത്ര പ്രോസസ്സുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ലോങ് ടേം ഷെഡ്യൂളേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുക. ഈ റെഡി സ്റ്റേറ്റിനകത്ത് പ്രസന്റ് ആവുന്ന മാക്സിമം നമ്പർ ഓഫ് പ്രോസസ്സസ്, അതിനെ നമ്മൾ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്നാണ് വിളിക്കുക. ഇനി അടുത്തത് ഷോർട്ട് ടേം ഷെഡ്യൂളർ ആണ്. റെഡി ടു റൺ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഷോർട്ട് ടേം ഷെഡ്യൂളേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് അതിനെ CPU ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ഏതൊക്കെ പ്രോസസ്സുകൾ റെഡി സ്റ്റേറ്റിൽ നിന്ന് റൺ സ്റ്റേറ്റിലേക്ക് പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഷോർട്ട് ടേം ഷെഡ്യൂളേഴ്സ് ആണ്. അതൊരു ഷോർട്ട് ടേം ഡിസിഷൻ ആണ്. ഈ കാണുന്ന പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രത്തിലെ 2 പാർട്ടിൽ ഡിസിഷൻസ് എടുക്കാനാണ് നമ്മൾ മീഡിയം ടേം ഷെഡ്യൂളേഴ്സ് എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു മീഡിയം ടേം ഷെഡ്യൂളേഴ്സ് സ്വാപ്പിംഗ് ആണ് ചെയ്യുന്നത്. സസ്പെൻഡബിൾ ഡിസിഷൻസ് എടുക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. ഇവിടെ സസ്പെൻഡ് എന്ന് കാണുന്നത് ഏതൊക്കെ സ്റ്റേറ്റ് ട്രാൻസിഷൻസിലാണ്? വെയിറ്റ് ഓർ ബ്ലോക്ക് സ്റ്റേറ്റ് ടു സസ്പെൻഡ് വെയിറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസിഷൻ. സോ ഹിയർ വി ക്യാൻ യൂസ് medium term scheduler. Also here see from ready state to suspend ready state. Here also one suspend is possible. So we can say that here also we can use this medium term scheduler. ഇത്രയുമാണ് പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രത്തിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ വീഡിയോ നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രോസസ്സിന്റെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.